വയനാട്ടിലെ ദുരന്തഭൂമിയിൽ രക്ഷാദൗത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരും വിവിധ സംഘടനകളും മലയാളികളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇപ്പോൾ വിവാദങ്ങളും പൊട്ടിയിറങ്ങിയിരിക്കുകയാണ് വയനാടിന്റെ ദുരന്തഭൂമിയിൽ. ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും വലിയ വിവാദം. സർക്കാർ വളണ്ടിയർമാർക്കുള്ള ഭക്ഷണ വിതരണത്തിൽ രാഷ്ട്രീയം കാണുന്നു, അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുന്നു എന്ന് വിവിധ സംഘടനകളും. എന്നാൽ ഈ ദുരന്തഭൂമിയിൽ ഇനിയൊരു ഭക്ഷ്യവിഷബാധ പോലെയുള്ള മറ്റൊരു അപകടം ഉണ്ടാവരുത് എന്നുള്ള ശ്രദ്ധയാണെന്ന് സർക്കാരും വാദിക്കുന്ന വിവാദം. യഥാർത്ഥത്തിൽ ഇതിന്റെ വസ്തുത എന്താണ്? നമുക്ക് പരിശോധിച്ചാൽ അറിയാം. ഒരു ദുരന്തമുണ്ടായി ആദ്യത്തെ 24 മണിക്കൂറിൽ അല്ലെങ്കിൽ ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ കാര്യങ്ങൾ നിയന്ത്രണത്തിലാകുന്നതുവരെ എല്ലാ സംവിധാനങ്ങളെയും ആശ്രയിക്കുക എന്നുള്ളതാണ് എവിടെയും ചെയ്യാനുള്ളത്. പക്ഷെ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായി കഴിഞ്ഞാൽ അതിനൊരു ക്രമീകരണവും ക്രോഡീകരണവും കൊണ്ടുവരാൻ എല്ലാ അതോറിറ്റികളും ശ്രമിക്കുന്നതാണ്. നിലവിലിപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ളതും ആ ഒരു പ്രശ്നമാണ്. രക്ഷാദൌത്യത്തിന്റെ കോർ മേഖലയിൽ പ്രവർത്തിക്കുന്ന പട്ടാളക്കാർ, ഫയർഫോഴ്സ്, ഏറ്റവും നല്ല പരിശീലനം ലഭിച്ചിട്ടുള്ള വളണ്ടിയേഴ്സ് എന്നിവരുടെ ഉത്തരവാദിത്വം നിലവിൽ സർക്കാരിനാണെന്നിരിക്കെ അവിടെ ഭക്ഷണം വിതരണം ചെയ്യുന്നത് സർക്കാരിന്റെ കീഴിലുള്ള ഏജൻസികളായിരിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല. ആ കാര്യം കഴമ്പുള്ളതാണ്. എന്നാൽ ഈ സംഘടനകൾ അവകാശപ്പെടുന്നതിലും ചെറുതല്ലാത്ത വസ്തുതയുണ്ട്. കാരണം ഈ കോർ മേഖലയിലുള്ള ആളുകൾ ഒഴികെയുള്ള മറ്റു സഹായത്തിന് വന്നിട്ടുള്ള വളണ്ടിയർമാർ, അല്ലെങ്കിൽ നിലവിൽ ക്യാമ്പിൽ പോകാൻ കഴിയാതെ അല്ലെങ്കിൽ ക്യാമ്പിൽ പോയിട്ടില്ലാതെ വിവിധ ബന്ധുക്കളുടെ വീട്ടിൽ അല്ലെങ്കിൽ മറ്റാശ്രയങ്ങൾ തേടിയിട്ടുള്ള ദുരന്ത ബാധിതർ എന്നിവർക്കൊക്കെ ഭക്ഷണം എത്തിക്കേണ്ടതുണ്ട്. അത് വിവിധ സംഘടനകൾക്ക് സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ പെട്ടെന്ന് ഈ ഭക്ഷണ വിതരണത്തിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ അതൊരു പ്രശ്നമായി മാറാനുള്ള സാഹചര്യമുണ്ട്. അത് വിവിധ സംഘടനകളും സർക്കാരൊക്കെ ഒരുമിച്ചിരുന്ന് പരിഹരിക്കേണ്ട കാര്യമായിരുന്നു. അപ്പൊ അതിനകത്തൊരു കൺഫ്യൂഷൻ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വിവിധ മന്ത്രിമാർ ആ സംഘടനകളോടൊക്കെ സംസാരിച്ചെന്നും ആ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി ഇടപെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് രാഷ്ട്രീയലാക്ക് മാത്രം കണ്ടുകൊണ്ടുള്ള ചില ക്ലിപ്പിങ്ങുകൾ ഇപ്പോൾ പ്രചരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്ന് പൂപ്പല് പിടിച്ച ബ്രെഡ് വിതരണം ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. സർക്കാർ സംവിധാനം അങ്ങനെ ബ്രെഡ് എന്ന ഭക്ഷണ വസ്തു തന്നെ ആ ദിവസം വിതരണം ചെയ്തിട്ടില്ല എന്നിരിക്കെ അത്തരത്തിലൊരു വിവാദം ഉണ്ടാക്കുന്നത് ആരാണ് എന്നതിനകത്തൊരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ഈ വീഡിയോ ഇതാണ് കേട്ടോ ഇന്നത്തെ ഗവൺമെന്റിന്റെ ഫുഡ്. എന്താ കറിയും ചോദിച്ചാ അങ്ങനെയൊന്നുമില്ല. ഇതെന്താ ഉള്ളത് നോക്കട്ടെ. കുറച്ച് പച്ചക്കറിയാണ്, മത്തനും ക്യാരറ്റിന്റെ ഒരു കഷ്ണമൊക്കെ കാണുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ്. ഗവൺമെന്റിന്റെ ഫുഡ്. അതിനകത്ത് ഒരാളൊരു ഭക്ഷണപ്പൊതി തുറന്നുകൊണ്ട് പറയുകയാണ്, ഇതിനകത്ത് പച്ചക്കറി കറിയും 1-2 അച്ചാറുകളൊക്കെ മാത്രമേ ഉള്ളൂ, മറ്റു നോൺ വെജ് ഐറ്റങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ അതിനകത്ത് പ്രചരിപ്പിക്കുന്നത് കണ്ടു. ഇത്തരത്തിലുള്ള കൺഫ്യൂഷനുകളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടത് തന്നെയാണ്, അത് പരിഹരിക്കേണ്ടതാണ്. പക്ഷെ ഇതുപോലെയുള്ള കാര്യങ്ങൾ എന്തിനാണ് പ്രചരിപ്പിക്കുന്നത് ഈ ദുരന്തഭൂമിയിൽ എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതാര് പ്രചരിപ്പിച്ചതാണെങ്കിലും വളരെ മോശമാണ്. ഈ സമയത്ത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. മറ്റു വിവാദങ്ങളൊക്കെ ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ആ സംഘടനകളും സർക്കാരും പ്രതിപക്ഷ സംഘടനകളുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പരിഹരിക്കട്ടെ. പക്ഷെ ഇത്തരത്തിൽ തരം താഴ്ന്ന രീതിയിലുള്ള ഒരു പ്രചരണം ഈ ദുരന്തഭൂമിക്ക് നല്ലതല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.